സാഗരമധ്യത്തിൽ പെട്ടു ഞാൻ ഉഴലുമ്പോൾ നൗകയുമായി നാഥ വന്നിടണേ, ഒരു കര നീ എത്തിച്ചിടണമേ. യേശുവേ 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 യേശുവേ. നിത്യസ്തുതിക്കും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, നാം കൃപയുടെ സമയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പിതാവായ ദൈവം തൻ്റെ പുത്രനിലൂടെ വെളിപ്പെടുത്തിയ ആ വലിയ കരുണയെക്കുറിച്ച് നാം ഓരോരുത്തരും അനുസ്മരിക്കുമ്പോൾ നമ്മളെ തന്നെ പൂർണ്ണമായി കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ചേർത്ത് വയ്ക്കാം. നമ്മുടെ ഓരോരുത്തരെയും പ്രാർത്ഥനാ നിയോഗങ്ങൾ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നാം സമർപ്പിക്കുമ്പോൾ കർത്താവ് ഇനിയും നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തിൽ കരുണ കാണിക്കും എന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. കർത്താവ് എപ്പോഴും നമ്മളെ സ്നേഹിക്കുന്നവനാണ്. അതേസമയം തന്നെ മാനുഷിക ബന്ധങ്ങളെക്കാൾ ഉപരിയായി തൻ്റെ പിതാവുമായിട്ടുള്ള ബന്ധത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന യേശുവിനെയാണ് നമ്മൾ സുവിശേഷത്തിൽ കാണുക. തൻ്റെ പ്രവർത്തനങ്ങൾ മാനുഷിക ബന്ധത്തെ പ്രതിയല്ല കർത്താവ് ചെയ്തുകൊണ്ടിരുന്നത്, മറിച്ച് പിതാവായ ദൈവം തൻ്റെ പ്രവർത്തനങ്ങളിലൂടെ മഹത്വപ്പെടണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഇവിടെ യേശുനാഥൻ പ്രവർത്തിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്ന് ഈ കൃപയുടെ സമയത്ത് നാം ആയിരിക്കുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ വായിച്ച് നമുക്ക് ധ്യാനിക്കാം. ലാസർ എന്നു പേരായ ഒരുവൻ രോഗബാധിതനായി. ഇവൻ മറിയത്തിൻ്റെയും അവളുടെ സഹോദരിയായ മർത്തായുടെയും ഗ്രാമമായ ബഥാനിയിൽ നിന്നുള്ളവനായിരുന്നു. ഈ മറിയമാണ് സുഗന്ധ തൈലം കൊണ്ട് കർത്താവിനെ പൂശുകയും തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തത്. ഇവളുടെ സഹോദരൻ ലാസറാണ് രോഗബാധിതനായത്. കർത്താവേ, ഇതാ അങ്ങ് സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു എന്ന് പറയാൻ ആ സഹോദരിമാർ അവൻ്റെ അടുക്കലേക്ക് ആളയിച്ചു. അത് കേട്ടപ്പോൾ യേശു പറഞ്ഞു, ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, പ്രത്യുത ദൈവത്തിൻ്റെ മഹത്വത്തിനും അതുവഴി ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടിയുള്ളതാണ്. യേശു മർത്തായെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചിരുന്നു. എങ്കിലും അവൻ രോഗിയായി എന്ന് കേട്ടിട്ടും യേശു താൻ താമസിച്ച സ്ഥലത്ത് തന്നെ 2 ദിവസം കൂടി ചെലവഴിച്ചു. അനന്തരം അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, നമുക്ക് വീണ്ടും യൂദയായിലേക്ക് പോകാം. ശിഷ്യന്മാർ ചോദിച്ചു, ഗുരു, യഹൂദർ ഇപ്പോൾ തന്നെ നിന്നെ കല്ലെറിയാൻ അന്വേഷിക്കുകയായിരുന്നല്ലോ, എന്നിട്ട് അങ്ങോട്ട് പോവുകയാണോ? യേശു പ്രതിവചിച്ചു, പകലിന് 12 മണിക്കൂറില്ലേ? പകൽ നടക്കുന്നവൻ കാൽ തട്ടി വീഴുന്നില്ല, ഈ ലോകത്തിൻ്റെ പ്രകാശം അവൻ കാണുന്നു. രാത്രി നടക്കുന്നവൻ തട്ടി വീഴുന്നു, കാരണം അവന് പ്രകാശമില്ല. അവൻ തുടർന്നു, നമ്മുടെ സ്നേഹിതനായ ലാസർ ഉറങ്ങുകയാണ്, അവനെ ഉണർത്താൻ ഞാൻ പോകുന്നു. ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവേ, ഉറങ്ങുകയാണെങ്കിൽ അവൻ സുഖം പ്രാപിക്കും. യേശു അവൻ്റെ മരണത്തെക്കുറിച്ചാണ് സംസാരിച്ചത്, എന്നാൽ നിദ്രയുടെ വിശ്രമത്തെക്കുറിച്ചാണ് അവൻ പറഞ്ഞതെന്ന് അവർ വിചാരിച്ചു. അപ്പോൾ യേശു വ്യക്തമായി അവരോട് പറഞ്ഞു, ലാസർ മരിച്ചുപോയി. സ്നേഹമുള്ളവരെ, ഈ ഒരു സുവിശേഷ ഭാഗം വായിക്കുമ്പോൾ യേശു എപ്രകാരമാണ് താൻ സ്നേഹിച്ചിരുന്ന ഒരു കുടുംബത്തിൻ്റെ ആവശ്യത്തോട് പ്രതികരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. യേശു സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ രോഗബാധിതനായി തീർന്നിരിക്കുന്നത്. യേശുവിനെ വളരെയധികം സ്നേഹിച്ചിരുന്ന 2 സഹോദരിമാരാണ് മറിയവും മർത്തായും. അവർ യേശുവിനെ ആളഴിച്ച് അവനോട് പറയുകയാണ്, ഇതാ നീ സ്നേഹിച്ചിരുന്നവൻ രോഗബാധിതനായി തീർന്നിരിക്കുന്നു. അങ്ങനെയൊരു വിവരം യേശുവിൻ്റെ അടുക്കിലേക്ക് അവർ പറഞ്ഞ് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ യേശുവിൻ്റെ അടുക്കിലേക്ക് പോയി ഇങ്ങനെ ഒരു വിവരം അറിയിക്കാൻ അവർ ആഗ്രഹിക്കുമ്പോൾ, അതിലൂടെ വ്യക്തമാക്കപ്പെടുന്നത് യേശു അവൻ്റെ ഭവനത്തിലേക്ക് കടന്നു വന്നാൽ
ഈ രോഗബാധിതനായിരിക്കുന്ന തങ്ങളുടെ സഹോദരൻ സുഖം പ്രാപിക്കും എന്നൊരു വിശ്വാസമാണ്. യേശുവിനെ സ്നേഹിച്ചിരുന്ന ആ കുടുംബം തീർച്ചയായും യേശുനാഥൻ പ്രവർത്തിക്കുന്ന ഒത്തിരിയേറെ അത്ഭുത കൃത്യങ്ങൾക്ക് സാക്ഷികളായി മാറിയവനാണ്. അതുകൊണ്ട് തന്നെ ഇതാ നീ സ്നേഹിച്ചിരുന്നവൻ രോഗബാധിതനായിരിക്കുന്നു എന്ന് യേശുവിൻ്റെ അടുക്കൽ അറിയിക്കുമ്പോൾ അവൻ്റെ ഉള്ളിലുള്ള വിശ്വാസം തീർച്ചയായും തൻ്റെ സ്നേഹിതനെ അവൻ സുഖപ്പെടുത്താതിരിക്കില്ല എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ആ ഒരു വിശ്വാസത്തോടു കൂടിയാണ് മർത്തായും മറിയവും പ്രവർത്തിച്ചത്. എന്നാൽ രോഗബാധിതനാണെന്ന് കേട്ടിട്ടും യേശുനാഥൻ എന്താണ് ചെയ്യുന്നത്? ഉടനെ അങ്ങോട്ട് പോകുന്നില്ല. മറിച്ച് അവൻ പറയുന്ന ഒരു കാര്യം ഇതാണ്: ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, പ്രത്യുത ദൈവത്തിൻ്റെ മഹത്വത്തിനും അതുവഴി ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടിയുള്ളതാണ്. പ്രിയമുള്ളവരെ, ഈ ഒരു ആവശ്യം കേട്ട മാത്രയിൽ തന്നെ യേശുനാഥൻ പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ പറഞ്ഞ ഒരു വചനം അവിടെ നിറവേറപ്പെടുകയില്ല. ഇത് മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, മറിച്ച് ദൈവത്തിൻ്റെ മഹത്വത്തിനും അതുവഴി ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടിയാണ്. ഇതുവരെ യേശുനാഥൻ പ്രവർത്തിച്ചെന്ന് വളരെ വ്യത്യസ്തമായി നമുക്ക് തോന്നാവുന്ന ഒരു കാര്യം. അതും താൻ ഏറെ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തി രോഗബാധിതനായി തീർന്നപ്പോൾ യേശുവിന് തൻ്റെ വ്യക്തിപരമായ താല്പര്യം ഉപയോഗിച്ചുകൊണ്ട് ആ മനുഷ്യനെ സുഖപ്പെടുത്തുവാൻ സാധിക്കുമായിരുന്നു. പക്ഷേ 2 ദിവസം കൂടി കർത്താവ് അവിടെ ചിലവഴിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുക, യേശുനാഥൻ തൻ്റെ വ്യക്തി താല്പര്യങ്ങളെക്കാൾ ഉപരിയായി പിതാവായ ദൈവത്തിൻ്റെ താല്പര്യങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. എനിക്കിഷ്ടമുള്ളത് ചെയ്യുവാൻ വേണ്ടിയല്ല ഈ ലോകത്തിലേക്ക് ഞാൻ വന്നത്, മറിച്ച് പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ് എന്ന് പല ആവർത്തി പറയുന്ന കർത്താവ് തൻ്റെ പ്രവർത്തനത്തിലൂടെ അത് വീണ്ടും തെളിയിക്കുകയാണ്. തുടർന്നുള്ള വചനത്തിൽ പറയുന്നുണ്ട്, യേശു മർത്തായെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചിരുന്നു. ആ കുടുംബത്തോട് പ്രത്യേകമായൊരു അടുപ്പമാണ് യേശുവിനുണ്ടായിരുന്നത്. അവരെ അത്ര ആഴമേറിയ ഒരു സ്നേഹം കൊണ്ട് എപ്പോഴും മുന്നോട്ട് നയിച്ചിരുന്നവനാണ്. അത്രയധികമായി സ്നേഹിച്ചിരുന്ന ഒരു കുടുംബത്തിൻ്റെ ആവശ്യത്തിന് മുമ്പിൽ കർത്താവ് മാറി നിന്നിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, പുത്രനായ ദൈവം പിതാവായ ദൈവത്തിന് കൊടുത്ത പ്രാധാന്യം എത്ര വലുതായിരുന്നു എന്ന് നാം തിരിച്ചറിയണം. പ്രിയമുള്ളവരെ, താൻ ഏറെ സ്നേഹിച്ചിരുന്ന ആ കുടുംബത്തോടുള്ള കർത്താവിൻ്റെ മനോഭാവം അതാണെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കർത്താവ് എപ്രകാരമായിരിക്കും പ്രവർത്തിക്കുക? ഇവിടെ 2 ദിവസം കൂടി കർത്താവ് കാത്തിരുന്നു. എന്തിനു വേണ്ടിയാണ്? പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി. അതുപോലെ നമ്മുടെ ആവശ്യങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഉന്നയിക്കുമ്പോൾ നമുക്കും ഇതുപോലെ കാത്തിരിക്കുവാൻ സാധിക്കണം. എന്തിനു വേണ്ടിയാണ്? എൻ്റെ ജീവിതത്തിലൂടെ പുത്രനായ ദൈവം പിതാവിനെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടി. പിതാവിനെ മഹത്വപ്പെടുത്തുവാൻ പുത്രൻ ആഗ്രഹിക്കുന്ന സമയമല്ല, മറിച്ച് പിതാവ് ആഗ്രഹിക്കുന്ന സമയമാണ് പുത്രൻ എപ്പോഴും തിരഞ്ഞെടുത്തത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് തന്നെ 2 ദിവസത്തിന് ശേഷം വീണ്ടും തൻ്റെ ശിഷ്യന്മാരോട് കർത്താവ് പറയുന്നുണ്ട്, നമുക്ക് യൂദയായിലേക്ക് തന്നെ പോകാമെന്ന്. ശിഷ്യന്മാർ അവനെ തടഞ്ഞുകൊണ്ട് പറയുകയാണ്, ഇപ്പോൾ തന്നെ അവർ നിന്നെ കല്ലെറിഞ്ഞ് കൊല്ലുവാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ അങ്ങോട്ട് പോകുന്നത് അപകടമല്ലേ? നീ പറയുന്നത് തെറ്റാണ് എന്ന് സ്ഥാപിക്കുവാനാണ് ശിഷ്യന്മാർ നോക്കുന്നത്. കാരണം അത് മൂഢത്തരമാണ്. നിന്നെ കൊല്ലുവാൻ വേണ്ടി കല്ലുകളെടുത്ത ആ ആളുകളുടെ മുമ്പിലേക്ക് പിന്നെ എങ്ങനെയാണ് വീണ്ടും നിനക്ക് പോകുവാൻ സാധിക്കുക? ഈ കാണിക്കുന്ന വലിയ മണ്ടത്തരമാണ്. അതുകൊണ്ട് ഒരിക്കലും പോകരുത് എന്ന അർത്ഥത്തിലാണ് ശിഷ്യന്മാർ അവിടെ സംസാരിക്കുന്നത്. പ്രിയമുള്ളവരെ, അവിടെയാണ് പുത്രനായ ദൈവത്തിൻ്റെ സ്നേഹം. തൻ്റെ ജീവൻ പോയാലും വേണ്ടില്ല, ആ കുടുംബത്തിൻ്റെ ആവശ്യത്തിലേക്ക് ഞാൻ പോകും, അത് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടമാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ യേശു എടുക്കുന്ന തീരുമാനമാണ്. അല്ലെങ്കിൽ തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കാനായിരുന്നുവെങ്കിൽ അവർ അറിയിച്ച ആ നിമിഷം തന്നെ യേശുവിന് അവൻ്റെ കുടുംബത്തെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യാമായിരുന്നു. പക്ഷേ തൻ്റെ പിതാവായ ദൈവത്തിൻ്റെ ഹിതമറിയുവാൻ വേണ്ടി 2 ദിവസം കൂടി അവൻ കാത്തിരിക്കുകയും അതിനുശേഷം ആ പിതാവിൻ്റെ മഹത്വത്തിന് വേണ്ടി അവൻ ഇറങ്ങി തിരിച്ചപ്പോൾ തടസ്സമായി നിൽക്കുന്നത് അവൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ തന്നെയാണ്.
അതൊന്നും വകവയ്ക്കാതെ യേശുനാഥൻ ആ കുടുംബത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, യേശു നമ്മുടെ മുമ്പിൽ എപ്പോഴും പ്രവർത്തിക്കുന്നത് അവൻ്റെ ഇഷ്ടമല്ല, മറിച്ച് പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടമാണെന്ന് തിരിച്ചറിയുക. നീ യേശുവുമായി ഒത്തിരിയേറെ ആഴമേറിയ ബന്ധം സ്ഥാപിച്ചിട്ടുണ്ടാകാം. പക്ഷേ നിൻ്റെ ആവശ്യങ്ങൾ അതേ സമയം തന്നെ നിൻ്റെ ജീവിതത്തിൽ നിറവേറ്റപ്പെട്ടിട്ടില്ലെങ്കിൽ ഓർക്കുക, അവൻ തൻ്റെ പിതാവിൻ്റെ ഹിതമറിയുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. പിതാവായ ദൈവത്തിൻ്റെ ഹിതമറിഞ്ഞ് പ്രവർത്തിക്കുവാൻ വേണ്ടി അവൻ കാത്തിരിക്കുകയാണ്. തീർച്ചയായും ആ പിതാവിൻ്റെ ഹിതമറിയുമ്പോൾ അവൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് ആ പിതാവിനെ മഹത്വപ്പെടുത്തുമെന്ന് തിരിച്ചറിയുക. ഇവിടെ തുടർന്നുള്ള വചനങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, യേശു ബെഥാനിയിലെത്തുമ്പോൾ അവനെ അടക്കിയിട്ട് 4 ദിവസമായി എന്നാണ് പറയുന്നത്. അവരുടെ വിശ്വാസമനുസരിച്ച് 3 ദിവസമാണ് ഒരു മരിച്ച വ്യക്തിയുടെ ശരീരത്തിൽ ആത്മാവ് നിലനിൽക്കുന്നത്. 4-ാം ദിവസം ആ ശരീരത്തെ ഉപേക്ഷിച്ച് ആത്മാവ് പോകുമെന്നാണ് അവർ പറയുക. അതായിരുന്നു അവരുടെ വിശ്വാസം. ഈ 3 ദിവസം ആത്മാവ് ഒരു മൃതശരീരത്തിൽ നിലനിൽക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഇനി അല്പമെങ്കിലും പ്രതീക്ഷയുണ്ടെങ്കിൽ അത് നിറവേറണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ്. വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാൻ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സാധ്യതയുണ്ടെങ്കിൽ അതിനു വേണ്ടിയാണ് ഈ 3 ദിവസം ആത്മാവ് ആ ശരീരത്തോട് ഒപ്പമായിരിക്കുക. അതായിരുന്നു അവരുടെ വിശ്വാസം. എന്നാൽ യേശു തൻ്റെ പ്രിയപ്പെട്ട ആ സഹോദരൻ്റെ ജീവിതത്തിലേക്ക് ചെല്ലുന്നത് അവനെ അടക്കിയിട്ട് 4 ദിവസം കഴിഞ്ഞാണ്. ഈ 4 ദിവസം കഴിഞ്ഞ് അവൻ അവിടെ ചെല്ലുമ്പോൾ, പ്രിയമുള്ളവരെ, തീർച്ചയായും യഹൂദ പാരമ്പര്യമനുസരിച്ച് ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ 7 ദിവസം ആ കുടുംബത്തിൻ്റെ അടുത്ത് ചെന്ന് അവരെ ആശ്വസിപ്പിക്കുക പതിവായിരുന്നു. തീർച്ചയായും ആ ഒരു പർപ്പസോടു കൂടിയായിരിക്കും യേശു വന്നത് എന്നാണ് അവൻ്റെ സഹോദരിമാർ പോലും വിശ്വസിച്ചത്. യേശുവിൻ്റെ അടുക്കൽ പോയി പരിഭവം പറയുന്ന സഹോദരിമാരെ നമുക്കറിയാം, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കില്ലായിരുന്നു എന്ന്. പ്രിയമുള്ളവരെ, എന്നാൽ പിതാവിൻ്റെ ഹിതത്തിന് വേണ്ടിയാണ് പുത്രനായ ദൈവം വെയിറ്റ് ചെയ്തത്. ഈ 4 ദിവസത്തിന് ശേഷം അവൻ ആ ശവകുടീരത്തിങ്കൽ പോകുമ്പോൾ തൻ്റെ സ്നേഹത്തിനെ ഓർത്ത് കരയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അവൻ കരഞ്ഞു എന്ന് സുവിശേഷത്തിൽ പറയുന്ന ഒരു ഭാഗം അവിടെ മാത്രമായിരിക്കാം. അവൻ അവനെ ഓർത്ത് നെടുവേർപ്പെട്ടു. അതിനുശേഷം ലാസറിനെ ജീവനിലേക്ക് തിരികെ കൊണ്ടുവരുന്ന കർത്താവിനെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, അവിടെയാണ് പുത്രനായ ദൈവം തൻ്റെ പ്രവൃത്തിയിലൂടെ പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തിയത്. കണ്ടു നിൽക്കുന്ന എല്ലാവരും പുത്രനായ ദൈവത്തെ പ്രശംസിച്ചിട്ടുണ്ടെങ്കിൽ, അവൻ്റെ ആ കഴിവിനെ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, അത് പിതാവായ ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി അവൻ കാത്തിടുന്നത് കൊണ്ടാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും പല തടസ്സങ്ങൾ നമുക്ക് നേരിടാം. നമ്മൾ ആഗ്രഹിച്ച സമയത്ത് തന്നെ കർത്താവ് പ്രവർത്തിച്ചതായിട്ട് വരില്ല. അപ്പോഴെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് പിതാവായ ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി കർത്താവ് കാത്തിരിക്കുകയാണ്. ആ കാത്തിരിപ്പിനൊടുവിൽ നമുക്ക് സന്തോഷമുണ്ടാകും, നമുക്ക് ഒരു ഉയർപ്പുണ്ടാകും. അതിനുവേണ്ടി നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിച്ച നല്ലവനായ തമ്പുരാന് നമുക്ക് പ്രത്യേകം നന്ദി അർപ്പിക്കാം. ഇന്നത്തെ വചനത്തിലൂടെ കർത്താവ് നമ്മോട് സംസാരിക്കുകയും നമ്മുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾക്ക് കാലതാമസം നേരിട്ടിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് പിതാവായ ദൈവത്തിൻ്റെ ഹിതമറിയുവാൻ വേണ്ടി പുത്രനായ ദൈവം കാത്തിരിക്കുന്നതാണ് എന്നതാണ്. പുത്രനായ ദൈവം തീർച്ചയായും നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിലേക്ക് കടന്നു വന്ന് പ്രവർത്തിക്കും. അത് പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടിയാണ്. ആ പിതാവായ ദൈവത്തിൻ്റെ ഹിതം നമ്മുടെ ജീവിതത്തെ നിറവേറ്റുന്നതിന് വേണ്ടിയാണ്. ആ ഒരു ബോധ്യത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ പരാതികളില്ലാതെ ക്ഷമയോടെ കർത്താവിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. തീർച്ചയായും അവൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ചെയ്യും എന്ന പൂർണ്ണമായ വിശ്വാസത്തോടെ നമുക്ക് ഇന്ന് വിഷയം അവിടുത്തെ ആശീർവാദം ഏറ്റുവാങ്ങാം.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും